വളരെ സിമ്പിളായ എന്നാൽ അതിമനോഹരമായിട്ടുള്ള ഒരു ബോട്ടിൽ ആർട്ടുമായിട്ടാണ് ഞാൻ ഇത്തവണ വന്നിട്ടുള്ളത്. അപ്പോൾ ഈ ബോട്ടിൽ ആർട്ട് എങ്ങനെയാണ് ചെയ്യുന്നതെന്നാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ കാണാൻ പോകുന്നത്. അതിനാവശ്യമായിട്ടുള്ള വസ്തുക്കൾ: കുറച്ച് കാർബൺ പേപ്പർ വേണം, അതേപോലെ ഒരു പ്രിൻറ്റഡ് നോട്ട് വേണം, ബോട്ടിൽ വേണം, കുറച്ച് കളേഴ്സ് വേണം, ഒരു സ്പോഞ്ച് ഷീറ്റ് വേണം, ബ്രഷ് വേണം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഈ ബോട്ടിൽ എടുക്കാം. അപ്പോൾ ഏത് ഷേപ്പിലായിട്ടുള്ള ഏത് ബോട്ടിലാണെങ്കിലും കുഴപ്പമില്ല. ഞാൻ നല്ല വൃത്തിയാക്കി എടുത്ത ബോട്ടിലാണ്. അപ്പോൾ ഇതിൻ്റെ മേലെ നമുക്ക് ഈ റെഡ് കളറ് സ്പോഞ്ച് ഉപയോഗിച്ച് അപ്ലൈ ചെയ്യാം. അപ്പോൾ ഞാൻ ഇതുപോലെ കുറച്ച് ഭാഗത്ത് ഏറ്റവും താഴെ സ്പോഞ്ച് ഉപയോഗിച്ച് ഇത് ചെയ്തു കൊടുക്കുകയാണ്. അപ്പോൾ ഏകദേശം ഒരേ അളവിലായിരിക്കണം ചെയ്തു വരുന്നത്. അപ്പോൾ ഇതേപോലെ നമ്മൾ ഫുൾ കവർ ചെയ്ത് അടിവശത്ത് ചെയ്തിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് നമുക്ക് മഞ്ഞ കളറ് ചെയ്തെടുക്കാം. ഇതേപോലെ തന്നെ സ്പോഞ്ച് ഉപയോഗിച്ച് തന്നെയാണ് നമ്മൾ ഈ മഞ്ഞ കളറും ചെയ്തെടുക്കുന്നത്. അപ്പോൾ ആദ്യം റെഡ് ചെയ്ത് ഏകദേശം അതേ വലുപ്പത്തിൽ തന്നെയാണ് മഞ്ഞ കളറും നമ്മൾ ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ യെല്ലോ കളർ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് നമുക്ക് പച്ച കളറ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതേപോലെ പച്ച കളർ നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് നമ്മൾ നീലയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതേപോലെ സ്പോഞ്ച് ഉപയോഗിച്ച് നമ്മൾ നീല കളറും അപ്ലൈ ചെയ്യുകയാണ്. അപ്പോൾ അതും കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നീലയും വെള്ളയും മിക്സ് ചെയ്തിട്ടാണ് നമുക്ക് മേൽവശത്തേക്ക് ചെയ്യേണ്ടത്. അപ്പോൾ അതിനായിട്ട് ഞാൻ ആദ്യം തന്നെ എടുത്തു വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഈ ബോട്ടിലിൻ്റെ മേൽവശത്ത് ഈ റിങ് കളയാൻ ഞാൻ വിട്ടുപോയിരുന്നു. അപ്പോൾ അതിന് ശേഷം ഞാനത് കട്ട് ചെയ്ത് മാറ്റി, എന്നിട്ട് ബാക്കി ഭാഗം കൂടെ കംപ്ലീറ്റ് ചെയ്ത് എടുക്കാൻ പോവുകയാണ്. അപ്പോൾ ഇത് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മേലെ എഴുതിയെടുക്കാം. അതിന് വേണ്ടി നമുക്ക് ആദ്യമായിട്ട് ഈ കാർബൺ പേപ്പർ വെക്കണം. അതിനുശേഷം നമ്മൾ പ്രിൻ്റ് ചെയ്തെടുത്തിട്ടുള്ള ഈ പേപ്പർ ഇതിൻ്റെ മേലെ വെക്കണം. എന്നിട്ട് നമുക്കിത് ഒട്ടിച്ചെടുക്കാം. അപ്പോൾ നമ്മളിത് ഒട്ടിച്ചു. ഇനി അതിന് ശേഷം ഒരു പേന വെച്ചിട്ട് നമുക്കിതിൻ്റെ മേലെ കൂടെ വരച്ചെടുക്കാം. അപ്പോൾ ഈ എഴുതിയിരിക്കുന്നത് കംപ്ലീറ്റ് നമ്മൾ ഇതുപോലെ എഴുതിയെടുക്കണം. അപ്പോൾ നമ്മളിത് കംപ്ലീറ്റ് എഴുതിയെടുത്തു. ഇനി നമുക്ക് ഈ പേപ്പർ മാറ്റാം. അപ്പോൾ ഇതേപോലെ ഇതിവിടെ പ്രിൻ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിത് എഴുതിയെടുക്കാം. അപ്പോൾ അതിന് വേണ്ടി ഞാൻ ബ്ലാക്ക് കളറാണ് ഉപയോഗിക്കുന്നത്. ബ്രഷ് ഉപയോഗിച്ചിട്ട് തന്നെയാണ് ഞാനിത് എഴുതുന്നത്. അപ്പോൾ വളരെ ശ്രദ്ധയോടുകൂടെ നമുക്ക് ഓരോ ലെറ്ററായിട്ട് എഴുതിയെടുക്കാം. അപ്പോൾ ഞാനിത് കംപ്ലീറ്റ് എഴുതിയെടുത്തിട്ടുണ്ട്. വളരെ മനോഹരമായിട്ടുള്ള ഒരു മഴവില്ലിൻ്റെ ഭംഗിയുള്ള ഒരു ബോട്ടിലായിട്ടിത് മാറിയിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ മേൽവശത്ത് ഇതേപോലെ റിബൺ വെച്ച് ചുറ്റി കൊടുക്കാം.
അപ്പോൾ അതിന് ശേഷം അതിൻ്റെ മേലെ അലങ്കരിക്കുന്നതിനായിട്ട് ഒരു കുഞ്ഞു ബോ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഒരു ഗോൾഡൻ കളർ ബോയാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതേപോലെ നമുക്കൊരു മനോഹരമായ ബോ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നമ്മൾ ബോ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഇതിൻ്റെ മേൽവശത്ത് ഒട്ടിക്കാം. അപ്പോൾ നമ്മൾ ഈ മനോഹരമായിട്ടുള്ള മഴവില്ല് പോലെ തോന്നിക്കുന്ന ബോട്ടിൽ റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. അപ്പോൾ ഇത് നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇതേപോലെ ഉള്ള ക്രാഫ്റ്റുകളുമായിട്ട് ഇനിയും നമുക്ക് ഈ ചാനലിലൂടെ കാണാം.